മാങ്കൂട്ടത്തിൽ നിങ്ങൾ വരട്ടെ, കാണിച്ചു കൊടുക്കുക. ഡിവൈഎഫ്ഐ രാഹുലിന് സ്വീകരണം ഒരുക്കുന്നുണ്ട്, തടയാൻ കഴിയുമെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തടയി എന്നല്ലേ സരിനെ ഭീഷണിപ്പെടുത്തിയതും വെല്ലുവിളിച്ചതും. രാഹുൽ പാലക്കാട് വന്നിട്ട് ദിവസങ്ങളായി. രാഹുൽ പാലക്കാട് എത്തിയിട്ട് രാഹുൽ വളരെ സജീവമായ ഇടപെടലുകൾ പാലക്കാട് നിയോജക മണ്ഡലത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലൊന്നും ഒരു ഡിവൈഎഫ്ഐക്കാരനെയും, ഒരു സരിനെയും, ഒരു എ റഹീമിനെയും, ഒരു വി കെ സനോജിനെയും, ഒരു ജസ്റ്റിസ് തോമസിനെയും ഒന്നും എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ്. സരിന് എങ്ങനെ പോയേക്കണേ എന്നുള്ളത് സരിന് മാത്രമേ അറിയുള്ളൂ. സരിന് ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അറിവില്ല. സരിൻ മുങ്ങി, എല്ലാ അർത്ഥത്തിലും മുങ്ങി. രാഹുൽ ഇപ്പോൾ പാലക്കാട് വന്നു എന്ന് മാത്രമല്ല, പാലക്കാടിന് വേണ്ടി അയാൾ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലും അതുപോലെ ഒക്കെ കണ്ടു, രാഹുൽ പാലക്കാട്ട് പുതുതായി ചില പ്രവർത്തന അനുമതികൾ നൽകിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അത് പാലക്കാട്ടെ പ്രധാനമായിട്ടും പാലക്കാട്ടെ ടൗൺ ഹാളിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വേവേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ആദ്യം തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞിട്ട് പാലക്കാട് തന്നെ ഒരു മിനി സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ പാലക്കാട് ഒരു പുതിയ 5,10,00,000 രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തികൾക്കുള്ള ഭരണാനുമതി പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേടിയെടുത്തിരിക്കുന്നു. അതിന്റെ